നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബിജെപിക്കെതിരെ വിട്ടുവീഴ്ചയില്ല യുദ്ധം നടത്തുന്നതിന്റെ പേരിൽ വോട്ട് ചോദിച്ച ഇടതുമുന്നണിയുടെ കൺവീനർ തന്നെ ബിജെപിയിൽ പോകാൻ ചർച്ച നടത്തിയെന്ന ശോഭാ സുരേന്ദ്രന്റെ ആരോപണം കലാശക്കൊട്ടിന് ശേഷം വീണ ബോംബായി മാറുകയാണ്. ഇന്നത്തെ കോൺഗ്രസ് നേതാക്കൾ നാളത്തെ ബിജെപിക്കാരെന്ന ആക്ഷേപം CPM ഉയർത്തുമ്പോഴാണ് ഈ അപ്രതീക്ഷിത വെളിപ്പെടുത്തലുണ്ടായത്. അതേസമയം ബിജെപിയുടെയോ CPMന്റെയോ മറ്റ് നേതാക്കൾ ഇതിൽ കക്ഷി ചേർന്നിട്ടില്ല. പേര് പറയാതെ കഴിഞ്ഞ ചൊവ്വാഴ്ച ശോഭ നടത്തിയ ആദ്യ പ്രതികരണത്തിൽ നേതാവ് EP ജയരാജനാണെന്ന സൂചനകൾ അടങ്ങിയിരുന്നു. EP-യുമായി സൗഹൃദമുണ്ടെന്ന് പരസ്യമായി അവകാശപ്പെട്ടിട്ടുള്ള ദല്ലാൽ നന്ദകുമാറാണ് ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിച്ചതെന്ന ശോഭയുടെ വാക്കുകൾ മാത്രമല്ല അതിന് കാരണമായത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ജനകീയ പ്രതിരോധ യാത്ര തൃശൂരിൽ വന്ന ദിവസമാണ് ഇത് സംബന്ധിച്ച ചർച്ച നടന്നതെന്ന അവരുടെ വെളിപ്പെടുത്തൽ കൂടിയാണ്. 2023 മാർച്ചിൽ നടന്ന ഗോവിന്ദന്റെ യാത്രയോട് തുടക്കത്തിൽ നിസ്സഹകരിച്ച EP പിന്നീട് പാർട്ടി കണ്ണുരുട്ടിയപ്പോഴാണ് തൃശൂരിലെത്തി ആദ്യമായി അതിന്റെ ഭാഗമായത്. ഇത് മനസ്സിൽ വെച്ച് തന്നെയാണ് ചൊവ്വാഴ്ച വാർത്താ സമ്മേളനത്തിൽ ശോഭ അക്കാര്യം പറഞ്ഞത്. അതിനുശേഷം ഡൽഹിയിലും ചർച്ച നടന്നെന്നും ഇക്കാര്യം പറഞ്ഞ CPM നേതൃത്വം ഭീഷണിപ്പെടുത്തിയതോടെ ജയരാജൻ പിന്മാറിയെന്നാണ് ശോഭയുടെ ആരോപണം. ശോഭയുടെ വാക്കുകൾ ജയരാജൻ നിഷേധിച്ചു. ജയരാജൻ BJPയിൽ ചേരുന്നതിനുള്ള 90% ചർച്ചകളും പൂർത്തിയാക്കിയിരുന്നു. CPM കൊട്ടേഷൻ ഭയന്നാണ് ജയരാജൻ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ജയരാജന്റെ മകൻ ശോഭയ്ക്ക് അയച്ചു എന്ന് പറയുന്ന "എന്റെ നമ്പർ നോട്ട് ചെയ്യൂ" എന്ന വാട്സപ്പ് സന്ദേശം അവരുടെ വലിയ ആരോപണത്തെ സാധൂകരിക്കാൻ ഉതകുന്നതല്ല. എന്നാൽ അവർ ഈ ചർച്ചകൾ നടന്നതായി പറയപ്പെടുന്ന സന്ദേഹമുയർത്തുന്നതാണ്. പാർട്ടിയിൽ തന്നേക്കാൾ ജൂനിയറായ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതോടെ ആ നേതൃത്വവുമായി EP പൂർണ്ണമായും തെറ്റിയിരുന്നു. നിക്കുവരവിൽ കവിഞ്ഞ സ്വത്തുണ്ടെന്ന കടുത്ത ആരോപണം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ P ജയരാജൻ ഉന്നയിച്ചത് ഗോവിന്ദന്റെ അറിവോടെയാണെന്നും ജയരാജൻ സംശയിച്ചു. ഈ പിണക്കം പിന്നീട് നിസ്സഹകരണമായി. ചികിത്സ എന്ന പേരിൽ അവധിയെടുത്തു. പാർട്ടി കമ്മിറ്റി യോഗങ്ങളിൽ നിന്ന് വിട്ടുനിന്നു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പരാജയം അന്വേഷിച്ച പാർട്ടി കമ്മീഷനോട് പോലും സഹകരിച്ചില്ല. കൺവീനറായ ജയരാജൻ ഇങ്ങനെ ഉടക്കി നിന്നത് LDFനെ തന്നെ ബാധിച്ചു. ഇതോടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ EP എന്തിനുള്ള പുറപ്പാടാണെന്ന സന്ദേഹമുയർന്നു. ഈ സമയത്ത് എന്തെങ്കിലും പ്രലോഭനങ്ങൾ ജയരാജൻ ലഭിച്ചോ എന്നും ഒരു ഘട്ടത്തിൽ അതിന് അദ്ദേഹം വംശവദനായോ എന്നുമുള്ള സന്ദേഹമാണ് ശോഭയുടെ വെളിപ്പെടുത്തൽ ഉയർത്തുന്നത്. BJPയിൽ ചേരണമെന്ന ആഗ്രഹവുമായി തലയെടുപ്പുള്ള ഏത് നേതാക്കൾ വന്നാലും അവരെ സ്വീകരിക്കും. BJPയിലേക്ക് ആളെ ചേർക്കാനുള്ള 5 അംഗ കേന്ദ്ര കമ്മിറ്റിയിലെ ഒരു അംഗമാണ് ഞാൻ. BJPയിൽ ചേരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന നേതാക്കളുമായി ചർച്ച നടത്താൻ 8 സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള എനിക്ക് കേന്ദ്ര കമ്മിറ്റി അധികാരം നൽകിയിട്ടുണ്ടെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ. ഏതായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇന്നും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു ആരോപണങ്ങളെല്ലാം പുറത്തു വന്നത്. ഇപ്പോൾ അത് CPMന് തന്നെ മൊത്തത്തിൽ തലവേദനയായി മാറിയിരിക്കുകയാണ്.